ഹലോ ഹായ്സ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ലിറ്റിൽ മൗണ്ട് അഥവാ ചിന്നമല എന്നറിയപ്പെടുന്ന ഒരു ചർച്ചിലാണ്. ചിന്നമല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചെറിയൊരു കുന്ന് തന്നെയാണ്. ഒരു 30-40 പടികൾ കയറി ഈ കുന്നിൻ്റെ മുകളിലെത്തിയാൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന ചർച്ചിലാണ് കാണുന്നത്. ഈ ചർച്ചിൻ്റെ ദൃശ്യങ്ങളും വിശേഷങ്ങളും ചർച്ചിൽ പോയി നമുക്ക് കാണാം. ഈ ചർച്ച് 1971 പണി കഴിപ്പിച്ച പുതിയൊരു ചർച്ചാണ്. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് നടക്കുകയാണ്. പള്ളിയുടെ ഉള്ളിൽ പോയി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ പള്ളിക്കകത്തേക്ക് നടക്കുമ്പോൾ തന്നെ ഈ പള്ളിയുടെ മുകളിൽ കൂടി ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാണാം. നമുക്ക് വളരെ മനോഹരം തന്നെയാണ് ഈ പള്ളിയുടെ ഈ മലമുകളിൽ നിന്ന് കാണുന്ന ഈ ദൃശ്യം. ഇനി നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് നടക്കുകയാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാലേ അറിയാൻ പറ്റും. പള്ളിയിൽ കയറിയാൽ ആദ്യം കാണുന്നത് ആൽത്താരയിൽ തന്നെ ഒരു വലിയ കുരിശിൽ യേശുക്രിസ്തു തൂങ്ങപ്പെട്ട രൂപം അവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ആൽത്താര നിറയെ നല്ല നല്ല ഒറിജിനൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ കണ്ണിന് പ്രത്യേക അനുഭവം തന്നെയാണ് കിട്ടുന്നത്. ആ രൂപത്തിൻ്റെ 2 സൈഡിലായിട്ട് ഇതിൻ്റെ വലതുവശത്ത് യേശുക്രിസ്തുവിൻ്റെ അപ്പനായ യൗസേപ്പ് പിതാവിൻ്റെ ഒരു രൂപവും ഇടതുവശത്ത് അമ്മയായ മേരിയുടെ ഉണ്ണിയേശുവിനെ കയ്യിലെടുത്ത് ഇരിക്കുന്ന ഒരു രൂപവും കാണാം. ആൾത്താരയ്ക്ക് കുറച്ച് ഫ്രണ്ടിലായി ഇടതുഭാഗത്ത് ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം നമുക്ക് കാണാൻ കഴിയും. ഈ വലതുഭാഗത്ത് ഒരു തോമാസ് ലീഗയുടെ രൂപവും നമുക്ക് കാണാൻ കഴിയും. പള്ളിക്കകം പൊതുവെ നല്ല ഒരു കാണാൻ വളരെ മനോഹരമായ ഒരു പള്ളിയാണ്. ജനലുകൾക്ക് മുകളിലുള്ള ഗ്ലാസുകളും എല്ലാം ആർട്ട് വർക്കുകൾ ചെയ്തിട്ട് ഈ ഗ്ലാസ്സിലേക്ക് വെയിലടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആ ചിത്രങ്ങൾക്ക് കിട്ടുന്ന ഭംഗി എടുത്തു പറയേണ്ടത് തന്നെയാണ്. പള്ളിയുടെ പ്രധാന കവാടത്തിൽ ആർച്ച് രൂപത്തിൽ ഒരു ഗ്ലാസ് പെയിന്റിംഗ് കാണാം. ഇവിടെ വെച്ചാണ് അന്നത്തെ രാജാവായിരുന്ന മഹാദേവനും അനുയായികളും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് മാമോദീസ സ്വീകരിച്ചത്. പള്ളിക്ക് പുറത്ത് കടന്നാൽ പിന്നെ അതിനോട് ചേർന്ന് ഒരു ചെറിയ പള്ളി, ഇത് പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. AD 1951 പണി കഴിപ്പിച്ച ഒരു ചെറിയ ചർച്ചാണത്. ആ പള്ളി ചെറിയ പള്ളി എന്ന് പറയാൻ കാരണം ഒരു 4-5 ബെഞ്ചുകൾ മാത്രമുള്ള ഒരു പള്ളിയാണ്. അതുകൊണ്ടാണ് അത് ചെറിയ ചർച്ച് എന്ന് പറഞ്ഞത്. മാതാവിന്റെ രൂപമാണ് ഇരിക്കുന്നത്. ആ ചർച്ചിന്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ കടന്നാൽ നമുക്ക് ഒരു ഗുഹയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരാൾക്ക് മാത്രം നടക്കാവുന്ന ഒരു വഴിയാണത്. തല കുനിഞ്ഞ് വേണം അതിൻ്റെ അകത്തേക്ക് കിടക്കാൻ. അവിടെ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കരിങ്കല്ല് കൊണ്ടുള്ളൊരു ഗുഹയാണത്. അതെങ്ങനെ നിർമ്മിച്ചു എന്നറിയില്ല. അത്രയും ചെറിയ ഈ ഗുഹയ്ക്ക് 16 അടി അകലവും 15 അടി നീളവും 7 അടി ഉയരമുണ്ട്. അത്യാവശ്യം നീർന്നു നിന്ന തല കരിങ്കല്ലിലടിക്കും. അത്രയും ചെറിയൊരു ഗുഹയാണ്. അതുപോലെ തന്നെ ഈ പാറയുടെ മുകളിൽ തോമാസ് ലീഗയുടെ കാൽപാദവും അതുപോലെ കൈപാദങ്ങളൊക്കെ പതിഞ്ഞ അടയാളപ്പെടുത്തിയതായി കാണാം. ഈ ചെറിയ പഴുതിലൂടെയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തോമാസ് ലീഗ പോയിരുന്നത്. ഈ ഗുഹയുടെ ഉള്ളിൽ ഒരു നല്ല ആൾത്താരയുണ്ട്. ഈ ആൾത്താരയിൽ ഒരു വലിയ തോമാസ് ലീഗയുടെ രൂപവും ഒരു മാതാവിന് ഉണ്ണിയെ പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും പിന്നെ തോമാസ് ലീഗയുടെ തിരുശേഷിപ്പും വെച്ചിട്ടുണ്ട്. ആ ഗുഹയെല്ലാം കണ്ടു കഴിഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് വരുമ്പോൾ തലകുനിഞ്ഞ് വേണം കടക്കാൻ. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ ആദ്യമായി കാണുന്നത് ഒരു വലിയ തൂണാണ്. ഒരു വലിയ പാറയിൽ നിന്നെടുത്ത 3 വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ തൂൺ വിശുദ്ധ ത്രിത്വത്തെ സൂചിപ്പിക്കുന്നു. 2000 വർഷങ്ങളായി ഭാരതത്തിലുള്ള ക്രിസ്ത്യാനിറ്റിയുടെ അടയാളമായി ഈ കരിങ്കല്ലിൽ കൊത്തിയ തൂൺ കരുതപ്പെടുന്നു. ഇവിടെ വെച്ചാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ വന്ന് ആദ്യമായി സുവിശേഷ പ്രസംഗം നടത്തിയത്. അപ്പോൾ ലിറ്റിൽ മൗണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചെന്നൈയിൽ വരികയാണെങ്കിൽ ഇവിടെ ഒന്ന്
സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ നിന്നും സെൻറ് തോമസ് പോയിരിക്കുന്നത് സെൻറ് തോമസ് മൗണ്ടിലേക്കാണ്. അവിടുത്തെ യാത്രകളും വിശേഷങ്ങളും ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഈ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് നിങ്ങൾ തുടർച്ചയായും കാണുക.